അതിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് ഇവരുടെ അടുത്തേക്ക് ചെല്ലേണ്ടത്, ഇവരെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതുപോലെ നമുക്ക് മരുന്ന് കൊടുക്കേണ്ടി വരും. മിക്ക സമയത്തും വേറെ ഗുളിക, സപ്ലിമെൻറ്റുകൾ ഇതൊക്കെ വായയിലൂടെ കൊടുക്കാനൊക്കെ ഡോക്ടർമാർ പറയും. എങ്ങനെയാണ് അത് കൊടുക്കേണ്ടത്, അതുപോലെ അകിട് വീക്കുണ്ടോ, അകിടയുടെ മുറിക്കുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കട്ടെ. മാസ്റ്റൈറ്റിസ് അങ്ങനത്തെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അറിയേണ്ടത് എങ്ങനെയാണ് ആടിൻ്റെ അടുത്തേക്ക് ഇവരെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് അറിയാം. എപ്പോഴും എല്ലാ മൃഗങ്ങൾക്കും ഇപ്പോൾ പശു ആയാലും ആടായാലും അവരൊരു ഫ്ലൈറ്റ് സോൺ എന്നിട്ടൊരു ഇതുണ്ട്. ഒരു നിശ്ചിത ചുറ്റളവിലാണ് അത് വരുന്നത്. അതിൻ്റെ അകത്തേക്ക് കയറിയാൽ മാത്രമേ നമുക്ക് ഇവരെ പിടിക്കാനും ഇവർക്ക് മരുന്ന് കൊടുക്കാനും കാര്യങ്ങളും പറ്റും. ഇപ്പം ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് ഞങ്ങളായിട്ട് ഇപ്പോൾ അത്യാവശ്യം ഇണക്കായതുകൊണ്ടാണ്. ആദ്യമായിട്ട് കാണുന്ന ഒരാട് അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് ഇവരെ അടുത്തേക്ക് പോകേണ്ടതെന്ന് അറിയാം. എപ്പോഴും മുന്നിൽ നിന്ന് പോകാതെ നോക്കാം. അത് പേടി വരും. അതുപോലെ തന്നെ പിന്നിൽ നിന്നും ഇങ്ങനെ ഇവരുടെ അടുത്തേക്ക് പോകരുത്. ഇതൊരു ബ്ലൈൻഡ് സ്പോട്ടാണ്. അപ്പോൾ എന്തോ അപകടം വരുന്നുണ്ടെന്നുള്ള രീതിയിൽ ഇവർ നമ്മളുടെ അടുത്തുനിന്ന് പിന്നി മാറാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും ഇവരുടെ ബാലൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഷോൾഡറിൻ്റെ സ്ഥലമാണ്. ഈ ഷോൾഡറിൽ നിന്ന് ഒരു 45 ഡിഗ്രി ബാക്കിലായിട്ടാണ് ഇവരുടെ അടുത്തേക്ക് പോകാൻ. ഇങ്ങനെ വേണം ചെല്ലാനായിട്ട്. എന്നിട്ട് കൊണ്ട് ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു കൈ കൊണ്ട് താടി പിടിക്കാം, മറ്റേ കൈ കൊണ്ട് കൊമ്പും ചെവിയും പിടിച്ചിട്ട് ഇങ്ങനെ നിർത്തണം. ഇങ്ങനെയാണ് ഇവരെ കറക്റ്റായിട്ട് റെസ്ട്രെയിൻ ചെയ്യേണ്ടത്, കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടത്. ഇത് ഒരു രീതി. രണ്ടാമത്തെ രീതി പറയുന്നത് നിങ്ങൾക്ക് അകിട് വീക്കുണ്ടോ, അകിടിൻ്റെ അവിടെ മുറിവുണ്ടോ, അഡർ ഓൾ ദോസ് തിങ്സ് യു ഹാവ് ടു ചെക്ക്. അതിന് വേണ്ടിയിട്ട് എപ്പോഴും ആടെ അങ്ങോട്ടാണ് ഇങ്ങനെ നിൽക്കാം. ഇങ്ങനെ നിന്നതിന് ശേഷം ഇവരെ കാലുകൾ പിടിച്ച് ഇങ്ങനെ പോകും. ഇപ്പോൾ ഡോക്ടർ ആയാലും ആരായാലും അവർക്ക് എല്ലാവർക്കും വന്നിട്ട് ഇത് ചെക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. ഇതാണ് രണ്ടാമത്തെ രീതി. നമുക്ക് ഇവർക്ക് മരുന്ന് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവരെല്ലാവരും റൂമിയൻസ് ആണ്. ഇപ്പോൾ ആടായാലും പശു ആയാലും ഇവർക്കൊക്കെ താഴത്ത് മുൻനിരയിൽ മാത്രമേ പല്ലുകളുള്ളൂ. പിന്നെ ഇവർക്ക് വരുന്നത് അണപ്പല്ലുകളാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കൈ എങ്ങനെയാണ് ഇടുന്നത്, നമ്മുടെ കൈ ഇല്ലാതിരിക്കാനും ഒക്കെ നോക്കണം. അപ്പം അതിന് എങ്ങനെയാണ് കൈ അകത്തേക്ക് ഇടേണ്ടതെന്ന് അറിയണം. സൈഡിൽ കൂടെ വേണം ഇടാൻ. കാരണം ഈ സൈഡുകളിൽ ഇവർക്ക് പല്ലില്ല, ഇവിടെ മുന്നിൽ പല്ലുണ്ട്, പിന്നെ അവർക്ക് അണപ്പല്ലുകളാണുള്ളത്. അപ്പോൾ നമുക്ക് കടി കിട്ടാണ്ടിരിക്കണമെങ്കിൽ ഈ സൈഡിൽ കൂടെ വേണം കൈ ഇടാനായിട്ട്. കൈ ഇടുമ്പോൾ എപ്പോഴും നാവ്